ഒരു സ്പെഷ്യൽ മീൻ കറി, അയിലക്കറി. ഇത് എൻ്റെ ചാനൽ ടേസ്റ്റ് മേക്കർ. ഇത് ഞാൻ ഈ സ്പെഷ്യൽ മീൻ കറി ഉണ്ടാക്കാൻ ഞാൻ 4-5 അയിലയാണ് ഉപയോഗിച്ചത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളമോ വെളിച്ചെണ്ണയോ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മീനിൻ്റെ മുകളിൽ പുരട്ടാം. ഈ മസാല നമുക്ക് ഈ മീനിൻ്റെ പുറത്ത് നന്നായി തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല എത്തണം. നന്നായി തേച്ച് പിടിപ്പിച്ച് നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറോ 1 മണിക്കൂറോ വെക്കാം. ഞാൻ അരമണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. ഇനി ഇതിനാവശ്യമായ മസാല തയ്യാറാക്കാം. ഒരു തക്കാളി, 2 ഉള്ളി, 4 പച്ചമുളക്, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇവ നന്നായി ചെറുതായി കട്ട് ചെയ്യുക. ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി വെന്ത് വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇടാം. തക്കാളിയും ഉള്ളിയും കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. ഞാൻ വാളൻ പുളിയാണ് എടുത്തത്. അത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇടുക. ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച മീനെടുത്ത് നമുക്ക് പൊരിച്ചെടുക്കാം. ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച 5 അയിലയും എടുത്ത് ഈ പാനിലിട്ട് പൊരിച്ചെടുക്കുകയാണ്. പാനിൽ സ്ഥലം കുറവായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ പൊരിച്ചെടുത്തത്. ഒരു ഭാഗം നന്നായി പൊരിഞ്ഞു വന്നാൽ മറ്റേ ഭാഗം പൊരിച്ചെടുക്കാം മറിച്ചിട്ട്. ഇനി വെജിറ്റബിൾ മസാലയിലേക്ക് നമുക്ക് ഈ പൊരിച്ച് വെച്ച മീൻ ഒന്ന് ഇട്ട് വേവിച്ചെടുക്കാം. എല്ലാ മീനും സാവധാനം ഈ വെജിറ്റബിൾ മസാലയിലേക്ക് വെക്കാം. അതിനുശേഷം ഒന്ന് അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് വേവിപ്പിക്കാം. വെജിറ്റബിൾ മസാലയെല്ലാം നമ്മുടെ പൊരിച്ച മസാലയിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യുക. മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് മസാലയൊക്കെ മിക്സ് ചെയ്തു. എൻ്റെ സ്പെഷ്യൽ മീൻ കറി റെഡിയായി. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്ന ഒരു മീൻ കറി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കപ്പയുടെ കൂടെയോ കഴിക്കാം. നിങ്ങൾക്ക് ഈ മീൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു മീൻ കറി ഉണ്ടാക്കാൻ കഴിയട്ടെ. എന്നാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.